എന്നാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ മുതലാളി. കണക്ക് അടുത്ത ആഴ്ച തീർത്തോളാം. ഇത്രയും കാലത്തിനിടയ്ക്ക് അന്തോണിയോട് എന്നെങ്കിലും ഞാൻ കണക്ക് തീർക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? എന്നാലും അങ്ങനെയല്ലല്ലോ, എന്റെ ഒരു സമാധാനത്തിന്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ പിന്നെ അങ്ങ് ചെല്ലി. മുതലാളി, നമ്മുടെ ആ ചാലമറ്റത്തിലെ പിള്ളേര് വന്നിട്ടുണ്ട്. എന്താ അവരുടെ ആ അതിരുതർക്ക് ഇതുവരെ തീർന്നില്ലേ? ഒന്നും ആയില്ല. ആഹാ, അഗസ്ത്യാനത്തിന്റെ മധ്യസ്ഥയിലായിരുന്നു ഇതുവരെ. ഓ, അച്ഛനാ ഇപ്പൊ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓഹോ. ആ എന്നാ പിന്നെ അവരോട് കയറി ഇരിക്കാൻ പറ. ഞാനിതാ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. ഓ ആ ഇരിക്കി. എന്താടാ മക്കളെ, നിങ്ങളെ കണ്ടിട്ട് കുറെ നാളായല്ലോ. നിങ്ങൾ തമ്മിൽ എന്തോ അതിരുതർക്കമൊക്കെയാണെന്ന് പറയുന്നത് കേട്ടല്ലോ. എന്തുവാടാ? എന്റെ അവറാച്ചനച്ചായ, അപ്പൻ കൃത്യമായിട്ട് അതിര് തിരിച്ച് കല്ലിട്ട സ്ഥലമാണത്. വർഷങ്ങളായിട്ട് ആ കല്ല് അവിടെ കിടന്നതുമാണ്. കഴിഞ്ഞ ആഴ്ച ഞാനതിലെ പോയപ്പം കല്ല് മാറിക്കിടക്കുവാ. ഞാനൊരു കല്ലും മാറ്റിയിട്ടില്ല ചായ. ദേ ചേട്ടൻ മാറ്റിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചേട്ടന്റെ ഭാര്യ ആരെയും കൊണ്ടോ മാറ്റിച്ചതാണ്. ടോമി, നീ ഇപ്പൊ പല പ്രാവശ്യമായിട്ട് പറയുന്നു. ദേ അച്ചായൻ ഇരിക്കുന്നോണ്ടാ, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഓ നിർത്ത്. എടാ മക്കളെ, രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് സമ്പാദിച്ചു തന്നിട്ടല്ലേ അപ്പം പോയത്? നാണമില്ലേടാ ഈ 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി വഴക്ക് പിടിക്കാൻ? സ്ഥലത്തിന്റെ അല്ല അവറാച്ചായ, ആ അതിരിൽ വലിയൊരു തേക്ക് നിപ്പുണ്ട്. എനിക്ക് പുര പണിയാൻ അത് മതിയെന്ന് പല പ്രാവശ്യം അപ്പം പറഞ്ഞിട്ടുള്ളതാ. അല്ല, പുര പണിയാൻ തടി വേണമെങ്കിൽ അത് പറ. അതിന് അതിരുകല്ല് മാറ്റിയിടുകയല്ല വേണ്ടത്. മക്കളെ, 10-40 കൊല്ലം മുമ്പ് ഈ കരയിൽ ആദ്യമായിട്ട് നിലവെടുത്ത് കൃഷി ഇറക്കിയത് ഞാനും ചൂരക്കാട്ടിൽ അവസരപ്പിച്ചതും നിങ്ങളുടെ അപ്പനുമായിരുന്നു. ആ നാളുകളില് ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെയാ കഴിഞ്ഞുകൂടിയത്. അറിയോ, അന്ന് ഞങ്ങളുടെ 3 പേരുടെ പണിക്കാരും ഞങ്ങളും ഒന്നിച്ചായിരുന്നു വെപ്പും കുടിയും കിടപ്പും ഒക്കെ. ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാ പിള്ളേച്ച നമ്മുടെ കവലെ ചായക്കട തുടങ്ങിയത്. അല്ല, ഔസേപ്പ് പണ്ടേ ഒരു കൗശലക്കാരനായിരുന്നു. പക്ഷേ തൊമ്മിക്കുഞ്ഞ് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഹീറോ ആയിരുന്നു. എടാ, ആ അപ്പന്റെ മക്കളാണോടാ ഈ കെട്ടി വന്ന പെമ്പിള്ളേരുടെ വാക്ക് കേട്ട് തമ്മി ചെല്ലുന്നത്? ചായ. ഈ ചായ കുടിക്ക്. നാട്ടിലെ മറ്റു പ്രശ്നങ്ങൾ തീർക്കുന്നത് പോലെയല്ല എനിക്കിത്. ഇതെന്റെ സ്വന്തം കുടുംബ പ്രശ്ന. അതുകൊണ്ട് തൊമ്മിക്കുഞ്ഞിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അത് നിങ്ങൾ രണ്ടുപേരും അനുസരിക്കണം. അവറാച്ചനച്ചായൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. എനിക്കും സമ്മതമാ. മതി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ആ ഒരു തേക്കോ ഇത്തിരി പോരുന്ന ഭൂമിയൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. തമ്മിലുള്ള വാശിയാണ്. എടാ, ചാലമറ്റത്തിലെ സണ്ണിച്ചനൊരു പെര പണിയാന് ആ ഒരു തേക്ക് മാത്രമേ ഉള്ളൂ? വേറെ എത്രയോ തേക്കും ആഞ്ഞിലും ഒക്കെ നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നടാ. ഞാൻ എന്റെ ഒരു തീരുമാനം അങ്ങ് പറഞ്ഞേക്കാം. പള്ളിപണിക്ക് നിങ്ങൾ രണ്ടുപേരും നന്നായി സഹായിച്ചു, അതെനിക്കറിയുകയും ചെയ്യാം. അതിന്റെ കൂടെ ഈ തേക്കൂടെ പള്ളിപണിക്ക് ഇരിക്കട്ടെ നിങ്ങളുടെ വകയായിട്ട്. പിന്നെ അതിരിന്റെ കാര്യം, ഈ ഞായറാഴ്ച ഉച്ചക്കുറുവാന കഴിയുമ്പോൾ ഞാനും അച്ഛനും കൂടെ അങ്ങോട്ട് വരും. തോമ്പിച്ചന്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു തീരുമാനം അങ്ങോട്ട് പറയും. അതായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ അതിരി. എന്താ, സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. നീയോ? എനിക്കും സമ്മതമാണ്. മക്കളെ, എനിക്കൊന്നേ പറയാം. കഷ്ടപ്പെട്ടിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അനുഭവിക്കാൻ കഴിയാതെ മരിച്ചുപോയ നിങ്ങളുടെ അപ്പച്ചനും ഓർമ്മിക്കും. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. മത്തായി. ഓ, എന്താ മുതലാളി?
നാളെ മുതൽ ഒരു 2 പേരെ കൂടെ കൂടുതൽ പിടിക്കണം. ഓ, ഈ ആഴ്ച കൊണ്ട് ഈ ഭാഗത്തെ പണിയൊക്കെ അങ്ങ് തീർക്കണം. ഇതല്ലേലും ഈ ആഴ്ച തന്നെ തീർക്കാപ്പച്ച. വെറുതെ 2 ആടെ കൂലി കളയണോ? അപ്പച്ച, എനിക്കൊരു 50,000 രൂപ വേണം. 50,000 രൂപയോ? നീ എന്തോടായി പറയുന്നേ? എനിക്ക് നാളെ മദ്രാസിന് പോണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്ത് അത്യാവശ്യമാണെങ്കിലും എന്റെ കയ്യിൽ 50,000 രൂപയൊന്നുമില്ല. വല്ല 10,000 5,000 രൂപ വേണം തരാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പച്ച. എനിക്ക് നാളെ പോയേ പറ്റൂ. ഒരു അത്യാവശ്യത്തിന് പണം ചോദിക്കുമ്പോ ഇതപ്പച്ചന്റെ സ്ഥിരം പരിപാടിയാ. വെറുതെ അല്ലല്ലോ. എനിക്ക് കൂടി അവകാശപ്പെട്ട ആദായത്തിന്റെ വീതം ഞാൻ ചോദിക്കുന്നത്. ഈ പണിക്കാരെ മുമ്പ് വെച്ച് അപ്പച്ചനോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലല്ലോടാ. ഓ, ഒരു വലിയ നാണക്കാരൻ വന്നിരിക്കുന്നു. എന്നാ ചേട്ടൻ അപ്പച്ചനോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ മേടിച്ചതാ. ചേട്ടൻ എത്ര ചോദിച്ചാലും അപ്പച്ചന് തരാൻ മടിയില്ലല്ലോ. ജോണിക്കുട്ടി, നീ തൽക്കാലം പോ. അതൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. നേരെ ചോദിച്ചാൽ തരില്ല. എന്നാ കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളി, എന്താടാ? അത് പിന്നെ നമ്മുടെ ജോണിച്ചൻ തേങ്ങാക്കാരൻ അന്തോണിയോട് 50,000 രൂപ എന്തെല്ലാം മേടിച്ചു. മുതലാളി പറഞ്ഞിട്ടാണെന്നാ പറഞ്ഞത്. നേരാണോടാ? അന്തോണി ഇപ്പൊ കവലയിൽ വെച്ച് എന്നോട് പറഞ്ഞതാ. ആ പണവും കൊണ്ടാ ജോണിച്ച് ഇന്നലെ വൈകുന്നേരം മദ്രാസിന് പോയിരിക്കുന്നത്. ഈ തവണ അവനിങ്ങ് വരട്ടെ. ഇത് ഞാൻ നിർത്തിക്കും. ഇതിപ്പോ എത്രായിരം രൂപ ഇവനിങ്ങനെ നശിപ്പിക്കുന്നേ? ഇത്രയും നാൾ അപ്പച്ചനോട് വഴക്ക് കൂടിയിട്ടാ പണം മേടിച്ചോണ്ടിരുന്നേ. ഇപ്പൊ നാട്ടുകാരോട്. ഛേ, എന്നിട്ട് അന്തോണിയോട് മത്തായി എന്താ പറഞ്ഞേ? ഞാൻ അറിയാതെയാണെന്ന് പറഞ്ഞോ? അന്തോണിയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വിധത്തിൽ അവന്റെ മുമ്പിൽ നിന്ന് തടി നോക്കി നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നൊരു കാര്യം, ഈ കാര്യം തൽക്കാലം നമ്മൾ 3 പേരല്ലാതെ 4ാമതൊരാൾ അറിയരുത്, കേട്ടല്ലോ? എന്നാ പിന്നെ മത്തായി ചെല്ലേ. ഓ, ഇതെന്താ ജോണിച്ചാ, ഒരാഴ്ചയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര ദിവസമായി? മദ്രാസ് എന്താ അത്രയ്ക്കങ്ങ് പിടിച്ചോ? അത് പിന്നെ പറയാനുണ്ടോ? ജീവിക്കുവാണെങ്കിൽ അവിടെ പോയി ജീവിക്കണം. അതൊക്കെ പോട്ടെ. എന്തിനാ ജോൺസൺ ഇപ്പോ ഇത്ര ധൃതി പിടിച്ച് മദ്രാസിന് പോയത്? എന്നിട്ട് പോയ കാര്യമൊക്കെ നടന്നോ? ഏതാണ്ടൊക്കെ ശരിയായി വരുന്നു. ഇനി നിന്നോടൊന്നും ഒളിക്കുന്നില്ല. ഞാൻ പോയ കാര്യം പറയാം. ഞാനൊരു സിനിമ പിടിക്കാൻ പോകുന്നു. സിനിമയോ? എന്താ ജോണിച്ച ഈ പറയുന്നേ? അതിനൊക്കെ ഒത്തിരി പണം ആവില്ലേ? ഞാൻ വിചാരിച്ചു വല്ല ക്യാസറ്റ് ഓർക്കാൻ പോവാന്ന്. എടി, ഞാനേ കളപ്പുരയ്ക്കൽ അവറാച്ചന്റെ മോനാ. ഈ പള്ളിപ്പാട്ടും ക്യാസറ്റൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ജോണിച്ച, എന്തൊക്കെ കഥകളാണ് നാട്ടുകാർ ജോണിച്ചനെ കുറിച്ച് പറയുന്നതെന്നറിയോ? MA പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ നാട്ടിൻ മുറത്തെ ഹീറോ ആയിരുന്നു ജോണിച്ചൻ. നല്ലവനായ അവറാച്ചൻ ജനെ നശിപ്പിക്കുന്ന ഒരു ധൂർത്ത പുത്രനായിട്ടാണ് ജോൺസൺ ഇപ്പൊ എല്ലാരും കാണുന്നത്. വിവരമില്ലാത്ത ഈ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? നിനക്കറിയാവോ,
ഞാൻ നല്ലൊരു സിനിമാക്കാരനായി ബെൻസ് കാറിൽ വന്നിറങ്ങുമ്പോ ഇതൊക്കെ അവന്മാരങ്ങ് മാറ്റി പറയും. എന്റെ ജോണിച്ച, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക, സിനിമ പിടിക്കാനൊന്നും ജോണിച്ചൻ പോവരുത്. അതൊന്നും ജോണിച്ചൻ അറിയില്ല. ഒന്നോർക്കണം, ജോണിച്ചനെ മാത്രം കാത്തിരിക്കുന്നവളാ ഞാൻ. എന്റെ അച്ചായമാരുടെ കാര്യം അറിയാലോ. സ്വത്ത് തർക്കം തീർന്നിട്ട് അവർക്കൊന്നിനും നേരുമില്ല. ജോണിച്ചൻ, ദയവായി ഞാൻ പറയണമെന്ന് കേൾക്കണം. ഇത്രയും വലിയ ബാധ്യതകളൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട. ഞാൻ എന്തായാലും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതിനി മാറ്റമില്ല. വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. എന്താണ്ട് നിന്നിപ്പോ കാണാനില്ലല്ലോ. എന്താടാ പിള്ളേര്, 2 ആഴ്ച ജോണിച്ച മാറിയപ്പോ ആകെ അങ്ങോട്ട് ഉണങ്ങിപ്പോയില്ല. ആ പിള്ളച്ചേട്ടൻ അറിഞ്ഞ നമ്മുടെ ജോണിച്ചൻ സിനിമ പിടിക്കാൻ പോണെന്ന്. ആ ഇനിയിപ്പോ അതിന്റെ കൂടെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതൊന്നുമല്ല പിള്ളച്ചേട്ടാ, പടം സൂപ്പർ ഹിറ്റ് ആവുന്ന പറയണ. എടാ ഒന്ന് വെറുതെ ഇടാ. ആ അവറാച്ചൻ മുതലാളി നെഞ്ചുരുക്കി പ്രാവിയാ, നീയൊക്കെ ചാമ്പലായി പോ. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? മുതലാളിയുടെ മോൻ ചെയ്യുന്നതിന് ഞങ്ങൾ എന്തിനാ പ്രാകുന്നത്? എടാ 24 മണിക്കൂറും വാലായിട്ട് നടന്ന് ഓരോന്ന് ചെയ്യിച്ച് ഇപ്പൊ ഞങ്ങളൊന്നും അറിഞ്ഞില്ലാന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതെ, ഇത് നല്ല കൂത്ത്. നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന്. അല്ല മണിച്ചേട്ടാ, ഇപ്പൊ ഒരു സിനിമ പിടിക്കാൻ എന്ത് ചെലവ് വരും? എന്താണ് സോമ, നീയും സിനിമ പിടിക്കാൻ പോവാ? എടാ, സിനിമയുടെ കാര്യം വല്ലതും അറിയണമെങ്കിൽ നിങ്ങളൊക്കെ ആ ജോണിച്ചോട് ഒന്ന് ചോദിക്കും, അല്ലാതെ വെറുതെ എന്നിട്ട് ചൊറിയല്ലേ. വാടാ, ഇനി ഇവിടെ ഇരുന്ന് ശരിയാവൂല. എന്നാ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. സിനിമ വന്നതോടെ ജോണിച്ച രൂപമാരുടെ കയ്യിൽ നിന്ന് പോയി, അതിന്റെ വിഷമത്തില. ഈ കേൾക്കുന്നൊന്നും നേരായിരിക്കരുതേ എന്റെ ഭഗവാനെ. അച്ചായ, ഞാൻ അറിഞ്ഞെടുത്തോളം സ്ഥലം വിൽക്കാതെ ഇത്രയും പണം കൊടുക്കാൻ തൽക്കാലം അവറാച്ച മുതലാളുടെ കയ്യിലില്ല. പണം കിട്ടാതെ ജോണിച്ചനോട്ട് സമ്മതിക്കേമില്ല. അതെ, നോക്കിയും കണ്ടും നിന്ന ചുളുവിലക്ക് ജോണിച്ചന്റെ വീതം അച്ചായനടിച്ചെടുക്കാം. അതല്ലേലും ഇത് നടക്കുക അന്നേ. തൽക്കാലം ഞാനല്ലാതെ ഈ കരയിൽ ആരാടാ അത് വാങ്ങിക്കാനുള്ളത്? പക്ഷെ സ്ഥലം വിൽക്കാൻ അവറാച്ചൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അയാളുടെ ഈ പൂത്ത കാശുണ്ട്, രക്ഷയില്ലെന്ന് കണ്ട അയാൾ അതെടുത്തു കൊടുക്കും. അത് നടക്കില്ല ചായ. ഇനി മുതലാളിയുടെ കയ്യിൽ അത്രയും പണം ഉണ്ടെങ്കിൽ തന്നെ വീതം വെക്കാതെ അതെടുത്തു കൊടുക്കാൻ യോസൂട്ടിയോട്ട് സമ്മതിക്കേമില്ല. അത് ഉറപ്പാ. അങ്ങനാണ് ചെമ്പിപ്പാടം ഈ ചൂരക്കാട്ടെ ഔസേപ്പിന്റെ കയ്യിലിരിക്കും. നീ ഏതായാലും ജോണിച്ചന്റെ കൂടെ തന്നെ കുടിക്കോ. വിവരങ്ങൾ അപ്പൊ എന്നെ അറിയിക്കണം. പോകാൻ വരട്ടെ. തൽക്കാലം ഇതിരിക്കട്ടെ. ഇതിപ്പോ വേണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ കളപ്പുരയ്ക്കൽ അവറാച്ചനെ വെട്ടി ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭൂവുടമയാകണമെന്നുള്ളത് എന്റെ വലിയൊരു സ്വപ്നമാണ്. ഈ കച്ചവടം നടന്ന നിനക്ക് നാട്ടുനടപ്പിന്റെ ഇരട്ടിയാ കമ്മീഷൻ. എങ്കിൽ പിന്നെ ഇത് എങ്ങനെ നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ കാര്യം നടന്നു കഴിയുമ്പോ അച്ചായൻ വാക്ക് മാറരുത്. ഇല്ലടാ മണി, ഈ ചൂരക്കാട്ടെ ഔസേപ്പിന് വാക്കൊന്നേ ഉള്ളൂ.
ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അപ്പച്ചനൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാനുള്ളതൊക്കെ അപ്പോഴേ പറഞ്ഞു. നിനക്ക് തരാൻ ഇനി എന്റെ പണമില്ല. അപ്പച്ച, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില ആളുകൾക്ക് അഡ്വാൻസ് കൊടുക്കണം. അധികം താമസിച്ച് ഇനി ഡേറ്റ് കിട്ടില്ല. ഞാൻ വാക്ക് കൊടുത്തിട്ടാ പോന്നത്. എന്നോട് ചോദിച്ചിട്ടാണോ നീ വാക്ക് കൊടുത്തത്? അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ പ്രായപൂർത്തിയായ മകനാ. എനിക്ക് ചേട്ടനെ പോലെ പാടവും പണിക്കാരുമായി ഇവിടെ കൂടാൻ പറ്റില്ല. അപ്പച്ചൻ ഈ പണം എനിക്ക് കടമായിട്ട് തന്നാ മതി. 1 വർഷം കൊണ്ട് ഞാനത് തിരിച്ചു വന്നോളാം. ഇനിയത് പറ്റിയില്ലെങ്കിൽ അപ്പച്ചൻ എന്റെ വീതം വിറ്റെടുത്തോ. അപ്പച്ച, അപ്പച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവന്റെ ഈ കൂത്തിന് ഇനി അപ്പച്ചൻ കൂട്ട് നിൽക്കരുത്. ഇതുവരെ നശിപ്പിച്ചതിന്റെ കണക്കുകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ജോസൂട്ടി, നീ ഇതിലിടപെടണ്ട. ഇവന് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. പറയുമ്പോ അപ്പച്ചന് വിഷമം തോന്നരുത്. എത്ര നാളായി ഞാനിങ്ങനെ കാലടവിട്ട് കിടന്ന് പണിയെടുക്കുന്നു. ഒരിക്കലെങ്കിലും അപ്പന്റെ ഈ പുത്രൻ ഒരു കൈ തന്ന് സഹായിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഇതിനൊന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാനും കൂടെ വേർത്തുണ്ടാക്കിയ പണമാ ഇവൻ ഇത്രയും നാള് കൂട്ടുകാരോട് ദൂർത്തടിച്ച് കളഞ്ഞത്. ഇനി അത് പറ്റില്ല. എനിക്ക് വേദാന്തം കേട്ട് മടുത്തു. ഞാൻ എന്ത് നശിപ്പിച്ചു എന്നാ ഈ പറയുന്നത്? ദേ, ചേട്ടനെ പോലെ പറമ്പും വീടുമായിട്ട് കഴിയാൻ എന്നെ കിട്ടില്ല. മതി മതി, രണ്ടുപേരും നിർത്ത്. ജോസൂട്ടി, നീ അത്തോട്ട് പോ. ഇവനോട് ഞാൻ സംസാരിച്ചോളാം. അപ്പൊ അത് പോകാനാ പറഞ്ഞത്. പൊയ്ക്കോളാം എന്റെ മുമ്പിൽ നിന്ന്. ഒറ്റ പൈസ നിനക്ക് എന്തറില്ല. ഒരു സിനിമാക്കാരൻ വന്നിരിക്കുന്നു. പോടാ. ഞാനിപ്പോ പോകാം. പക്ഷേ അടുത്ത തിങ്കളാഴ്ചക്കകം എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. നീ എന്താണ് ഈ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞത് ചോദിച്ചത് നിന്നോട്? നീ എന്താ പറഞ്ഞത് ചോദിച്ചത്? മാറിയിരിക്കും മത്തായിച്ചേട്ടാ. പറഞ്ഞത് ആരും വരട്ടൊന്നും വേണ്ട. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ കളപ്പുരയ്ക്കൽ അവറാച്ചന്റെ മോനല്ല. നോക്കിക്കോ. അങ്ങനെ കാര്യങ്ങൾ ഏതാണ്ട് അച്ചായൻ വിചാരിച്ച പോലെ തന്നെ നടക്കാൻ പോകുന്നു. അവരാച്ച മുതലാളിയുടെ സ്വത്തിന്റെ പകുതി വെറും 30 ലക്ഷം രൂപക്ക് ഔസപ്പച്ചായന് സ്വന്തമാകാൻ പോകുന്നു. നേർ പകുതി എന്ന് പറയാൻ വരട്ടലാമണി. കളപ്പുരക്കലെ തറവാട് വീട് ഇപ്പോഴും അവറാച്ചം വീതിക്കാതെ മാറ്റിവെച്ചിരിക്കുക. അതുമാത്രം നടക്കില്ല ചായ. എത്ര ശ്രമിച്ചാലും അത് വീതിക്കാൻ അപ്പൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കുകയല്ല. ഈ അച്ചായന്റെ ഒരു കാര്യം, ആര് കണ്ടാലും 10-60 ലക്ഷം രൂപ കണ്ണടച്ചു കൊടുക്കുന്ന ഭൂമി 30 ലക്ഷം രൂപക്കാ കയ്യിൽ വരാൻ പോകുന്നത്. അതും പോരാഞ്ഞ് ഇനി തറവാട്ടിലേക്കും കൂടിയാ കണ്ണ്. എന്നാ മണി നീ ചെല്ല്. അല്ല, ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി.
അതെ മോനെ, എനിക്കാണായിട്ടും പെണ്ണായിട്ടും ഒരുത്തിയേ ഉള്ളൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എനിക്കുള്ളതെല്ലാം അവക്കാ. ഇപ്പം ഞാൻ മോന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വത്തും മോന്റെ വീതവും കൂടെ ചേർന്നാൽ വരും തലമുറയിലെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഭൂവുടമകളായിരിക്കും നിങ്ങൾ. ഞാനിപ്പോ അവറാച്ചന് കൊടുക്കുന്ന തുക അല്പം കുറവായിരിക്കാം. ജോസുകുട്ടിക്ക് അതിലൊരു കുറ്റബോധം വേണ്ട എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. മോന് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടല്ലേ അച്ചായ സ്ഥലം വീതം വെക്കണമെന്ന് ഞാൻ ഇത്ര വാശി പിടിക്കുന്നത്. അല്ലേ അപ്പം വിചാരിച്ച ഈ പണമൊക്കെ സ്വരൂപിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പണിക്കാരുടെ അടുത്ത് ആരുമില്ല. ശരി. അന്നാമോ, നാട്ടിലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർക്കുമ്പോ നീ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. ഈ കരക്കാര് മുഴുവനും മണ്ടന്മാരായതുകൊണ്ടാ എന്റെ തീരുമാനങ്ങളൊക്കെ അവരനുസരിക്കുന്നതെന്ന്. ഇപ്പൊ തോന്നുന്നു നീ പറഞ്ഞതാ ശരിയെന്ന്. നമ്മുടെ രണ്ടു മക്കളും വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ടായിരിക്കും അവരിപ്പോ ഞാൻ പറയുന്നു അനുസരിക്കാത്ത. അല്ലേ അമ്മേ, പണ്ട് ഓരോരോ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ജോസൂട്ടിയും ജോഡിയൊക്കെ വാശി പിടിക്കുമ്പോ നീ ആയിരുന്നു അവരെ അനുസരിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോ നീ ഇറങ്ങി വന്നാലും അവരൊന്നും കേൾക്കുമെന്ന് തോന്നുന്നില്ല. അവരൊക്കെ വലിയ ആളുകളായി പോയില്ലേ അമ്മേ? നിന്റെ ഇളയ മകൻ മദ്രാസിൽ പോയി സിനിമ പിടിക്കാൻ പോകണം. അവര് കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ കോടതി കയറ്റുമെന്നാ പറഞ്ഞേക്കുന്നത്. കരയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട കളപ്പുരയ്ക്കൽ അവറാച്ചന്റെ വീതം വെപ്പ് പോലീസും കോടതിയൊക്കെയാണ് നടത്തിക്കൊടുക്കുന്നെന്ന് പറഞ്ഞ എനിക്കത് വലിയ വിഷമാണ്. അതുകൊണ്ട് പോലീസും കോടതിയൊക്കെ ഇടപെടുന്നതിന് മുമ്പ് അതങ്ങ് നടത്തിയേക്കാം. കാര്യം നിന്നോടുകൂടി ഒന്ന് പറയാൻ വേണ്ടിയാ ഇതിലെ ഒന്ന് കയറി വന്നു. എന്നാ ഞാൻ പറട്ടെ. എന്താ ജോണിച്ച കാണണമെന്ന് പറഞ്ഞത്? കാര്യങ്ങളൊക്കെ ജാൻസി അറിഞ്ഞു കാണുമല്ലോ. ആധാരം കഴിഞ്ഞു. നാളെ ഞാൻ മദ്രാസിന് വണ്ടി കയറുക. ജാൻസി എന്തിനൊക്കെ അറിയുന്നത്? എന്തോ വലിയ അത്യാഹിതം സംഭവിച്ചതുപോലെ. ഇതിലും വലിയ അത്യാഹിതം ഇനി എന്താ ജോണിച്ച? ഒരു വലിയ മനുഷ്യന്റെ സ്വത്തുക്കളും സ്വപ്നങ്ങളും എല്ലാം വെട്ടിമുറിച്ച് അതിന്റെ ഓഹരിയും കൊണ്ടാ ജോണിച്ചൻ നാളെ മദ്രാസിന് പോകുന്നത്. സ്വത്തും പണമൊക്കെ പോയിക്കോട്ടെ, ഞാൻ അതൊന്നും കണ്ടിട്ടല്ല ജോണിച്ചനെ സ്നേഹിച്ചത്. ഇതിപ്പോ ജോണിച്ചനെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നുന്നു. ഈ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലും ജോൺസൺ ഇപ്പോ വെറുക്കപ്പെട്ടവനായിരിക്കുന്നു. ജാൻസി, നമ്മൾ ഈ കാര്യം പല പ്രാവശ്യം സംസാരിച്ചതാണ്. നമുക്കിതോടെ വെച്ച് നിർത്താം. എന്റെ സിനിമ റിലീസായിട്ട് ഞാനിനി നാട്ടിലേക്കുള്ളൂ.
അതായത് കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും എടുക്കും നമ്മൾ തമ്മിൽ ഇനി കാണാം. എല്ലാം നന്നായി വരുന്നവരെ കാത്തിരിക്കണം. അത് പറയാനാ ഞാൻ വന്നത്. ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കും. അത് സിനിമ നന്നാവാനല്ല, ജോണിച്ചന്റെ ജീവിതം നേർവഴിക്കാവാൻ. അപ്പൻ ഇത് എന്നാ ഭാവിച്ച? ഏത് നേരം ഇങ്ങനെ വഴി നോക്കി ധ്യാനിച്ചോണ്ടിരുന്ന പോയോ നീ തിരിച്ചു വരൂ? ഇങ്ങനെ ദുഃഖിച്ചോണ്ടിരുന്ന അത് മതി വല്ല അസുഖവും പിടിക്കാൻ. മുതലാളി, ഇന്നത്തെ അവസാന ബോട്ടിലെ ആൾക്കാരും പോയി കഴിഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി. രാവിലെ ഞാൻ തേങ്ങക്കാരനെ കണ്ടിട്ടേ വരുള്ളൂന്ന് ജോസൂട്ടിയോടൊന്ന് പറഞ്ഞേര്. അല്ല പിള്ളേച്ച, നമ്മുടെ ചെമ്പിപ്പാടം മേടിച്ച ഗൾഫുകാരൻ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. വരൂടൻ തോണി, അടുത്ത വള്ളംകളിയാവട്ടെ, അവര് കുടുംബസമേതം എത്തും. എന്നാലും ഔസേപ്പ് മുതലാളിയോടും മണിയാശാനോടും പിള്ളേറ്റം ചെയ്തത് വലിയ ചതിയായി പോയി. അവര് 30 ലക്ഷം പറഞ്ഞ മുതലിന് 38 ലക്ഷം രൂപയ്ക്കാ ഞാൻ വിറ്റുകൊടുത്തത്. 8 ലക്ഷത്തിന് എന്നാടാ ഒരു വിലയില്ലേ? പടംപിടുത്തം ഏതാണ്ട് പകുതിയായിപ്പോ നിന്നതായി മേലെ പറമ്പിലെ ബേബി സാറ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. ജോണിച്ചനിപ്പം ഏതോ തമിഴന്റെ വീട്ടിൽ ഡ്രൈവറായിട്ട് കൂടിയേക്കുവാ. എന്നാ പിന്നെ ആ കൊച്ചിന് ഇന്ന് തിരിച്ചു വരാൻ മേലെ വെറുതെ ആ കാർന്നവരായിട്ട് തീ നീറ്റിക്കാതെ. അങ്ങനെ ഇങ്ങോട്ട് വന്ന ജോസൂട്ടി സമ്മതിക്കുമോ? ഉള്ള ഓഹരി മുഴുവൻ പിടിയാവലിക്ക് വിറ്റിട്ടല്ലേ ജോണിച്ചൻ പോയിരിക്കുന്നത്. പാവ വളർച്ച മുതലാളി, മനുഷ്യന്റെ ഓരോരോ അവസ്ഥകളെ. இப்ப டைம் என்னாச்சுடா? உங்ககிட்ட எத்தனை தடவை சொல்லியிருக்கேன் காலையில 6 மணிக்கு முன்னாடி வந்து வண்டி கிளீன் பண்ணணும்னு? என்ன திமிரா? ഇന്നലെ രാത്രി മുഴുവൻ പനിയായിരുന്നു മുതലാളി. എഴുന്നേറ്റപ്പം അല്പം താമസിച്ചു പോയി. என்னடா சொன்ன? நைட்டு தூக்கம் வராதனால லேட்டா வந்திருக்கியா? இந்த பனி குளியர்லாம் என்கிட்ட சொல்லவே வேண்டாம். நீ டிரைவரா இல்ல கலெக்டரா? போடா போய் வேலையை பாரு. இனி ஒரு தடவை லேட்டா வந்தா அவ்வளவுதான்.
മുതലാളി മുതലാളി ഇത് ആരാ വന്നിരിക്കുന്നു നോക്കിയേ. നീ ഒന്നോടാ ോട്ടിന്ന് അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു പോയി. നീ എവിടായിരുന്നടാ ഇത്ര നാളും? അതൊക്കെ നമുക്ക് സാവധാനം ചോദിക്കാലോടാ. അവനിങ്ങി വന്നല്ലേ ഉള്ളു. നീ എന്നാ അവസരപ്പച്ചോടും വെള്ളച്ചോടൊക്കെ വിവരം പറ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. എല്ലാവർക്കും അത്താഴം ഈ കളപ്പുരക്കെന്നാകട്ടെ. എന്റെ മോനെ, നീ പോയേ പിന്നെ ഈ വീട് ഉറങ്ങിപ്പോയടാ. ഇന്ന് ഈ വീടൊരു സ്വർഗമായടാ. പിന്നെ ത്രിസന്ധിക്ക് ഞാൻ ഇനി ക്ഷണിക്കാൻ പോവാ. ഇതെന്താ കല്യാണം വല്ലതാണോ വീട്ടിൽ പോയി ക്ഷണിക്കാൻ? ഔസേപ്പച്ചായ. ആ ജോസൂട്ടിയോ? അവറാച്ചന്റെ ഇളയ പുത്രൻ തിരിച്ചു വന്നു എന്ന് കേട്ടു. ശരിയാ ചായ, ഇന്നലെ അവൻ എത്തി. എന്നിട്ട് അവറാച്ചന് സമാധാനമായോ? ആ, അപ്പം വലിയ സന്തോഷത്തില. ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാ. ആ അത് പോട്ടെ, ജോസൂട്ടി എന്താ വന്നേ? ഞാൻ അച്ഛനെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ജോണിച്ചന്റെ കാര്യത്തിൽ അപ്പൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് അച്ചായൻ അപ്പനോട് ഞങ്ങളുടെ കാര്യം സംസാരിക്കണം. എന്ത് കാര്യം? അത് പിന്നെ എന്റെ മോളുടെയും കല്യാണക്കാര്യം. ഇനി താമസിച്ച ചിലപ്പോ ഉള്ളതും കൂടെ കൈവിട്ടു പോകും. അപ്പൊ അതാണ് ജോസുകുട്ടി വന്ന എന്റെ കുട്ടൻസ്. അതിരിക്കട്ടെ, ഇപ്പൊ ഈ ചൂരക്കാട്ടെ വീട്ടിൽ വന്ന് എന്റെ മോളെ പെണ്ണ് ചോദിക്കാൻ ജോസൂട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു? കഴിഞ്ഞ പ്രാവശ്യം ജോസൂട്ടി ഇവിടെ വന്നപ്പോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ജോസൂട്ടി ഓർക്കുന്നുണ്ടോ? അത് ചെമ്പിൽപ്പാടത്തിന്റെ കാര്യമാണോ? അപ്പൻ അങ്ങനെ തീരുമാനിച്ച എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് തന്നെ ജോസൂട്ടി ഞാനും പറയുന്നത്. ഇനിയിപ്പൊ പുന്നാരമോ മടങ്ങി വന്നതിന്റെ സന്തോഷത്തിൽ ഉള്ള സ്വത്ത് രണ്ടായിട്ട് ഭാഗിക്കാൻ നിന്റെ അപ്പം തീരുമാനിച്ചാലോ? അപ്പോഴും നീ ഇത് തന്നെ പറയും. എന്നാ എന്റെ കാര്യം അങ്ങനല്ല. എനിക്കാണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. നിന്റെ അപ്പനൊരു കൊച്ചു പുണ്യാളച്ചനാ. എന്നാ ഞാൻ അങ്ങനല്ല. എന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് അത്യാവശ്യം സ്വാർത്ഥതയൊക്കെയുള്ള ഒരു സാധാരണക്കാരൻ. ഉള്ള കാര്യം പറയാവല്ലോ ജോസൂട്ടി. ഇനി ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. എനിക്ക് മോളിക്കുട്ടി ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ അതിനെന്താ? മോളി ഒന്നിങ്ങി വന്നേ. നിന്നെ ജോസൂട്ടിക്കൊന്ന് കാണണമെന്ന്. പിന്നെ ജോസൂട്ടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ട് പൊക്കോണം. ഞാൻ അവക്ക് വേറെ കല്യാണം ആലോചിക്കുക. ഇനി വഴിയിലും വള്ളത്തിലും വെച്ചുള്ള കൊച്ചു വർത്തമാനം ഒന്നും വേണ്ട. മോളെ അതെ, അവള് ചൂരക്കാട്ടെ ഔസേപ്പിന്റെ മോളാ. അവക്കിപ്പൊ ജോസൂട്ടിയെ കാണണ്ടെന്ന്. എന്നാ ഇനിയും നിന്ന് വഷളാക്കാണ്ട് ജോസൂട്ടി ചെന്നാട്ടെ.
വീട്ടിലേക്ക് വരണം. ഞാൻ വരാൻ ജോസുട്ടി, തീർച്ചയായും വരാം. ആ, നിങ്ങളുടെ ബോട്ടിലാ വരുന്നത്? എഴുതിയ വരവു ചിലവിന്റെ പുസ്തകത്തിൽ അക്കങ്ങളില്ല, അക്ഷരമില്ല, ശൂന്യത മാത്രം ബാക്കിയായി. പുസ്തകത്താളിനി ബാക്കിയില്ലല്ലോ, പങ്കുവയ്ക്കാനിനി ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. സ്വർഗസിയോനിലെ താഴ്വാരങ്ങളിൽ ഒരു വേള നാം വീണ്ടും കണ്ടുമുട്ടാം. സ്വർഗസിയോനിലെ താഴ്വാരങ്ങളിൽ ഒരു വേള നാം വീണ്ടും കണ്ടുമുട്ടാം. അത്തിമരങ്ങൾ തൻ തണലിലിരുന്നന്ന് സ്നേഹമന്ത്രം മാത്രം പങ്കുവയ്ക്കാം. പങ്കുവയ്ക്കാനിനി ഒന്നുമില്ലല്ലോ, പടിയിറങ്ങുന്നു ഞാൻ ഏകനായി, പടിയിറങ്ങുന്നു ഞാൻ ഏകനായി. അച്ഛനോ? ജോസൂട്ടി, ജോണിച്ചാ, ഒന്നങ്ങ് വന്നേ. ഇത് ആര് വന്നേക്കണം നോക്കിയേ. ഈശോ വിചാരിക്കും സ്വീകരിക്കട്ടെ അച്ചോ. അച്ഛൻ സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അച്ചോ. 2-3 ദിവസമായി പിള്ളച്ചേട്ടൻ വിളിക്കുന്നു. ചേട്ടന് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്ന്. ഇപ്പോഴാ സമയം കിട്ടിയത്. വാച്ചോ, നമുക്ക് അകത്തോട്ടിരിക്കാം. പിള്ളച്ചേട്ടന് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അച്ചോ, നമ്മുടെ ജോണിച്ചൻ സിനിമാ പടം പിടിക്കാനായി ആലിളകി നടന്ന കാലത്ത് ഒരു ദിവസം നിങ്ങളുടെ അപ്പൻ എന്റെ ചായക്കടയിൽ വന്നു. അപ്പോ നിങ്ങളുടെ അപ്പന്റെ അവസ്ഥ വലിയ കഷ്ടത്തിലായിരുന്നു.
ഒരു വശത്ത് ഇപ്പൊ പണം കിട്ടണമെന്ന് പറയുന്ന ഇളയ മകൻ, മറുവശത്ത് കിട്ടിയ വിലയ്ക്ക് സ്വന്തം സ്ഥലം അവസരപ്പിന് എഴുതി കൊടുക്കണമെന്ന കടുംപിടുത്തവുമായി മൂത്ത മകൻ. അന്ന് ഞങ്ങൾ വയസ്സന്മാര് രണ്ടുപേരും കൂടി ആലോചിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തി. അതനുസരിച്ച് ചെമ്പിൽ പാടം ഒരു ചില്ലിക്കാശ് വാങ്ങാതെ നിങ്ങളുടെ അപ്പൻ ഈ പിള്ളേച്ചന്റെ പേർക്ക് എഴുതി തന്നു. എന്നിട്ട് പാടം വിറ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞ് സ്വന്തം കയ്യിലെ പണം ജോണിച്ചിന് സിനിമാ പടം പിടിക്കാൻ കൊടുത്തു. ആ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞില്ല. പക്ഷേ അങ്ങേര് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമായിരുന്നു. ജോണിച്ചൻ മടങ്ങി വന്ന ഉടനെ ചെമ്പിപ്പാടം തിരിച്ചെഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാ. എന്തു പറയാനാ, ആ വലിയ മനുഷ്യന് ചെമ്പിൽപ്പാടം തിരിച്ചെഴുതി കൊടുക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. ഇനി ജോസൂട്ടി പറ, ചെമ്പിൽപ്പാടം ഞാൻ ആർക്ക് തിരിച്ചെഴുതണം? തറവാട് വീടും ചെമ്പിൽ പാടവും ജോണിച്ചന് കൊടുക്കണമെന്നായിരുന്നു അപ്പച്ചന്റെ ആഗ്രഹം. അതുകൊണ്ട് പിള്ളച്ചേട്ടൻ ജോണിച്ചന്റെ പേരിൽ എഴുതിയത്. അത് വേണ്ട ജോസിച്ചായ, ഞാൻ ദൂർത്തടിച്ച് കളഞ്ഞ പണത്തിന് പകരമായി അത് ജോസിച്ചാനിരിക്കട്ടെ. അല്ലെങ്കിൽ അപ്പച്ചന്റെ ആത്മാവിനോട് പൊറുക്കില്ല. അപ്പച്ചനും അമ്മച്ചിയും സ്വർഗത്തിലിരുന്ന് അമ്മയോട് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് വേണ്ട ചായ. ഇപ്പോ കളപ്പുരയ്ക്കലെ കാരണവര് ഞാനാ. അതുകൊണ്ട് പിള്ളച്ചേട്ടൻ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എന്നാ പിന്നെ ഇനി താമസിപ്പിക്കണ്ട. ഇതാ ആധാരം. ജോസൂട്ടി തന്നെ അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. മക്കളെ, നിങ്ങൾ രണ്ടുപേരും കളപ്പുരയ്ക്കൽ അവറാച്ചന്റെ മക്കളായത്. ഇതൊന്നും കാണാൻ എന്റെ മുതലാളില്ലാതായി പോയല്ലേ ദൈവമേ. ചില ജന്മങ്ങള് അങ്ങനെ അമത്തായി അവർ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോ പെട്ടെന്ന് അങ്ങ് പോകും, ഒന്ന് യാത്ര പറയാൻ പോലും നിൽക്കാതെ. എന്നാ ഇനി നമുക്ക് പോവാച്ചു. തലേന്ന് വലിയൊരു ഭാരം ഇറങ്ങിയ പോലെ ഇപ്പേ. വരട്ടെ മോനെ. പോട്ടട. കാലമാം കാര്യസ്ഥൻ അലസമായെഴുതിയ വരവു ചിലവിന്റെ പുസ്തകത്തിൽ അക്കങ്ങളില്ല, അക്ഷരമില്ല, ശൂന്യത മാത്രം ബാക്കിയായി. പുസ്തകത്താളിനി ബാക്കിയില്ലല്ലോ, പങ്കുവയ്ക്കാനിനി ഒന്നുമില്ല.
ഒന്നുമില്ലല്ലോ